ಮಂಜೇಶ್ವರದ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿಯ ಸರ್ವಿಸ್ ರಸ್ತೆಗೆ ಅಡ್ಡಲಾಗಿ ಇತ್ತೀಚೆಗೆ ಸ್ಥಾಪಿತವಾಗಿದ್ದ ವಿದ್ಯುತ್ ಕಂಬ ಅಳವಡಿಕೆಯಲ್ಲಿ ಭಾರೀ ಅವ್ಯವಹಾರ ನಡೆದಿರುವ ಬಗ್ಗೆ ಸ್ಥಳೀಯರಿಂದ ವ್ಯಾಪಕ ಆರೋಪಗಳು ಕೇಳಿಬರುತ್ತಿದೆ. ಸರ್ವಿಸ್ ರಸ್ತೆ ನಿರ್ಮಾಣ ಪೂರ್ಣಗೊಂಡ ನಂತರ ಈ ಪೋಸ್ಟ್ಗಳನ್ನು ಕಾಂಕ್ರೀಟೀಕರಣಗೊಳಿಸಿ ಅಳವಡಿಸಲಾಗುವುದಾಗಿ ಸಂಬಂಧಪಟ್ಟ ಅಧಿಕಾರಿಗಳು ಸ್ಥಳೀಯರಿಗೆ ಭರವಸೆಯನ್ನು ನೀಡಿದರು. ಆದರೆ ಸೋಮವಾರ ಸಂಜೆ 7 ಗಂಟೆ ಸುಮಾರಿಗೆ ತಲಪಾಡಿಯಿಂದ ಉದ್ಯಾವರದ ತನಕ ಇರುವ ವಿದ್ಯುತ್ ಕಂಬಗಳನ್ನು ಸ್ಥಾಪಿಸುವಾಗ ಕರಾರಿನ ವಿನ್ಯಾಸದ ಪ್ರಕಾರ ಪೂರ್ಣಗೊಳಿಸದೇ ಇರುವುದು ಸ್ಥಳೀಯರ ಗಮನಕ್ಕೆ ಬಂದಿದೆ. ಕೂಡಲೇ ಕಾಮಗಾರಿ ನಡೆಸುತ್ತಿರುವವರನ್ನು ತರಾಟೆಗೆ ತೆಗೆದುಕೊಂಡ ಊರವರು ಕಾಮಗಾರಿಯನ್ನು ತಡೆದಿದ್ದಾರೆ. ಬಳಿಕ ಕಾರ್ಮಿಕರು ವಿಷಯವನ್ನು ಗುತ್ತಿಗೆದಾರರ ಗಮನಕ್ಕೆ ತಂದಾಗ ಕೂಡಲೇ ಸ್ಥಳಕ್ಕಾಗಮಿಸಿದ ಸಂಬಂಧಪಟ್ಟವರು ತಪ್ಪೊಪ್ಪಿಕೊಂಡು ವಿನ್ಯಾಸದಂತೆ ಮಾಡಿಕೊಡುವುದಾಗಿ ಭರವಸೆಯನ್ನು ನೀಡಿದ್ದಾರೆ. ಸಂಬಂಧಪಟ್ಟ ಅಧಿಕಾರಿಗಳೊಂದಿಗೆ ಈ ವಿಷಯಕ್ಕೆ ಸಂಬಂಧಿಸಿ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಕ್ರಿಯಾ ಸಮಿತಿ ಪದಾಧಿಕಾರಿಗಳು ಕಾಮಗಾರಿಯ ವಿನ್ಯಾಸದ ಬಗ್ಗೆ ಮಾಹಿತಿಯನ್ನು ಕೇಳಿದಾಗ 2.5 ಅಡಿ ಆಳದಲ್ಲಿ ಮತ್ತು 1.5 ಅಡಿ ಅಗಲದಲ್ಲಿ ಕಾಂಕ್ರೀಟ್ ಮಾಡಿ ವಿದ್ಯುತ್ ಕಂಬ ಅಳವಡಿಸುವುದಾಗಿ ಮಾಹಿತಿ ಲಭಿಸಿತ್ತು. ಆದರೆ ಧಾರಾಕಾರ ಸುರಿಯುವ ಮಳೆಯಲ್ಲಿ ಕಾರ್ಮಿಕರು ಕರಾರಿನ ವಿನ್ಯಾಸದಂತೆ ಕಾಮಗಾರಿಯನ್ನು ಪೂರ್ತಿಗೊಳಿಸದೆ ಭಾರೀ ಅವ್ಯವಹಾರ ನಡೆಸಿರುವುದಾಗಿ ಊರವರು ಆರೋಪಿಸಿದ್ದಾರೆ. ഈ പോസ്റ്റിലേക്ക് കോൺക്രീറ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡ് ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് 1 മീറ്റർ ഡെപ്തിലൂടെ വർക്ക് നടക്കണം. അതായത് ഇതിനേക്കാളും ഇനിയും 3 ഫീറ്റ് താഴോട്ടാണ് പോകേണ്ടത്. ഇവിടെ 1/2 ഫീറ്റ് മാത്രമാണ് ഭൂമിക്ക് താഴെ ഈ പോസ്റ്റിൻ്റെ താഴെ കോൺക്രീറ്റ് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ കോൺടാക്റ്റ് എടുത്ത ആളുകൾ ഇതിൻ്റെ വർക്ക് നടത്തിയിട്ടുള്ളൂ. അവരിവിടെ ഉണ്ട്. ഉദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞപ്പോൾ 2.5 ഫീറ്റ് താഴെയെങ്കിലും പോകണമെന്നുള്ള വിവരം അറിയിച്ചെങ്കിലും അവർ മുഖവിലക്കെടുക്കാതെ കനത്ത മഴയത്ത് ഇതിൻ്റെ വർക്ക് പൂർത്തിയാക്കുന്ന ഒരു പ്രസംഗമാണുള്ളത്. ശരിക്കും ഇതിലൊരു അഴിമതി ജനങ്ങൾ ആശങ്കയോടുകൂടെയാണ് കാണുന്നത്. ഇത് കൃത്യമായ ഇടപെടൽ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നും അതുപോലെ പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരുടെയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് നമ്മളെല്ലാവരും കാരണക്കാരാവുന്ന കാര്യത്തിൽ സംശയമില്ല. ദേശീയപാതയുടെ വർക്കിന്റെ ഭാഗമായിട്ട് നേരത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഷോപ്പുകൾക്ക് മുന്നിൽ ദേശീയപാത ഹൈവേയിൽ സ്ഥാപിച്ചിരുന്നു. ഒട്ടുമിക്ക പ്രദേശങ്ങളിലും പ്രൈവറ്റ് ലാൻഡുകളിലുണ്ട്. അതുമാത്രമല്ല ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് പോസ്റ്റുകളുള്ളത്. ആ ചെരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റുകളൊക്കെ പിന്നീട് മാറ്റിയതിന് ശേഷം 2.5 ഫീറ്റ് ഡെപ്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് 1.5 ഫീറ്റ് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിക്കും എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. ഇപ്പോൾ സംസാരിക്കുമ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള സമീപനമാണ് നടക്കുന്നത്. തുഞ്ചത്തൂർ മുതൽ ഉദ്യാവരം വരെ നടന്നിട്ടുള്ള 10 മൈൽ വരെ നടന്നിട്ടുള്ള വർക്കുകളുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും 1 ഫീറ്റ് 45, 40, 30 സെന്റിമീറ്റർ ഡെപ്തിൽ വരെ വർക്ക് നടന്ന സ്ഥലങ്ങളുണ്ട്. അതിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൃത്യമായ ഒരു അഴിമതിയാണ് ജനങ്ങൾക്ക് ആശങ്കയുള്ളത്. ഇത് അന്വേഷണം വളരെ അനിവാര്യമാണ്. കൃത്യമായ വർക്ക് അന്വേഷണം ഒരു ഭാഗമാണ്. മറ്റൊന്ന് അപകടകരമായ ഒരു അവസ്ഥയാണ്. ഇത് ഇന്ന രീതിയിൽ കൃത്യമായിട്ട് വർക്ക് നടന്നാൽ മാത്രമേ ഈ പോസ്റ്റുകൾ നിൽക്കൂ എന്നുള്ളത് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആളുകൾ എഞ്ചിനീയർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് 2.5 ഫീറ്റ് ഡെപ്തില് കോൺക്രീറ്റ് നടക്കണമെന്നുള്ളത്. എവിടെയും നടക്കുന്നില്ല. വളരെ തിടുക്കത്തിൽ ഇതിന്റെ പണി എടുത്തു പോകുന്ന ഒരു കനത്ത മഴയുടെ സാഹചര്യത്തിൽ പോലും വർക്ക് എടുത്തു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് വളരെ അപകടകരമാണ്. അന്വേഷണ വിധേയമാക്കണം. ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഈ അഴിമതി തന്നെയാണ് നമുക്ക്. ರೆಹಮಾನ್ ಉದ್ಯಾವರ V4 ನ್ಯೂಸ್ ಮಂಜೇಶ್ವರ.